സമയമുണ്ടോ? അപ്പൊ ഇത് നമുക്കൊരു വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണ കട്ട്ലേറ്റ് സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ സോയാ ചങ്ക്സ് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. സോയാ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർക്കും ഇതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. കാരണം ചിലവർക്ക് സോയാ ചങ്ക്സിന് ഒരു കുത്തുണ്ട്, അതിന്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം, അങ്ങനത്തെ കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ഞാനിവിടെ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഈ സോയാ ചങ്ക്സ് നമുക്ക് കടയിൽ നിന്ന് ചെറുതും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, വലുതും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു റെസിപ്പിയിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായിരുന്നാലും കുഴപ്പമില്ലെന്ന്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ സോയാ ചങ്ക്സ് ഞാനിവിടെ 50 ഗ്രാമാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ മെഷറിംഗ് കപ്പിൽ ഇത് ഒരു കപ്പ് 250 ml കപ്പാട്ടോ. ഈ കപ്പിൽ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ, ഞാൻ ഫസ്റ്റ് ഈ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ എടുക്കുക, അതുകൊണ്ട് നിറച്ചില്ല. അതിപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അത് ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഉരുളൻകിഴങ്ങ് വേണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലായിരിക്കും നമുക്ക് അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി കട്ട്ലേറ്റിലേക്ക് ഒരു മസാല ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ കഷ്ണം ഇഞ്ചി കേട്ടോ, ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കട്ട്ലേറ്റിന്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് 4 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കും, മല്ലിപ്പൊടിയും ചേർക്കും, മുളക് പൊടിയും ചേർക്കും. മല്ലിപ്പൊടിയും മുളക് പൊടിയും സാധാരണ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ ഈ കട്ട്ലേറ്റിലേക്ക് നമ്മൾ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. ആ 3 മസാലപ്പൊടികളും ഞാൻ ഇത് റെഡിയാക്കുന്ന സമയത്ത് ചേർക്കുമ്പോൾ പറയാട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല വേണം. ഗരം മസാല ഒന്നല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫൊക്കെ കറി വെക്കുമ്പോൾ ചേർക്കണ ഗരം മസാല ഉണ്ടല്ലോ, ആ ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല മണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഇതേപോലത്തെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. ഞാനത്തെ ഒരു തക്കോലം ചെറുതാട്ടോ. അപ്പോൾ വലിയ തക്കോലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കോലം എടുത്താൽ മതി. ഇതിപ്പോൾ അത്രയ്ക്ക് വലിയ തക്കോലല്ല, നല്ല വലിയ തക്കോലം വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. കറുകപ്പട്ട നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, കാരണം ചില കറുകപ്പട്ടയ്ക്ക് ചിലപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു കഷ്ണം കറുകപ്പട്ട എടുക്കുക. 1 ടീസ്പൂൺ കറിയാമ്പൂ ചേർക്കുക. ടേബിൾ സ്പൂണിലല്ല കേട്ടോ ചേർത്തത്, ടീസ്പൂണിലാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഗരം മസാലയാണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകം കുറച്ച് കൂടുതൽ ചേർക്കണം, അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ ബീഫ് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പെരിഞ്ജീരകം നന്നായിട്ട് ചേർക്കില്ലേ, ഇതും അതേപോലെ തന്നെ. അപ്പം ഞാൻ ഇതിവിടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏലക്കായ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഗരം മസാല മുഴുവനും നമുക്ക് ഈ കട്ട്ലേറ്റിലേക്ക് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. അപ്പോൾ അത് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കുക, അപ്പം നല്ല സ്മെല്ല് കിട്ടും. ചൂടാക്കുമ്പോൾ ഓയിലൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ കട്ട്ലേറ്റ് നമ്മൾ പൊരിച്ചിട്ട് എടുക്കുന്ന സമയത്ത്, ഇത് വെജിറ്റേറിയൻ ആണല്ലോ കട്ട്ലേറ്റ്. അപ്പോൾ സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയിലാണല്ലോ നമ്മൾ ഡിപ്പ് ചെയ്യണത്. ഇത് അപ്പോൾ മുട്ടയ്ക്ക് പകരം ഞാനിവിടെ മൈദ കുറച്ച് വെള്ളം പോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്താട്ടോ മുട്ടയ്ക്ക് പകരം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ മൈദയ്ക്ക് പകരം കോൺഫ്ലവർ സെയിം അതേപോലെ തന്നെ വെള്ളം പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് മുക്കിയാലും മതി. അത് കട്ട്ലേറ്റിൻ്റെ മുകളിൽ ഒരു നനവ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് തന്നെ ആ റെസിപ്പി കിട്ടും. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കുക, അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട്, ഒരുപാട് അങ്ങോട്ട് പൊരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി.
നമ്മുടെ നാട്ടിലേക്കും പണ്ട് ഉപയോഗിച്ചിരുന്നത് ഈ വെണ്ണ ബിസ്ക്കറ്റാണ്. എൻ്റെ ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ വെണ്ണ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് എടുക്കുക. പക്ഷേ വെണ്ണ ബിസ്ക്കറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ലാന്ന് തോന്നും. പക്ഷേ വെണ്ണ ബിസ്ക്കറ്റിനേക്കാൾ എപ്പോഴും നല്ലത് ബ്രെഡ് പൊടിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം വെണ്ണ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന് ഭയങ്കര പൗഡർ പോലെയാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഓയിൽ കുടിക്കും. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുന്ന സംഗതി ആർക്കും അറിയില്ല. എനിക്കറിയില്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. വെണ്ണ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. സോയാ ചങ്ക്സ് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാം. ഒരുപാട് വെള്ളം വേണ്ട, മൂടി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ വെള്ളം ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ ഗരം മസാല ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പിന്നെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ. പാനിൽ നിന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഇത് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടിട്ട് ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് റെഡി ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീ ഓഫ് ചെയ്യണ്ട. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചാൽ മതി ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നത്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാലും മതി. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് വെച്ചിരുന്നത്, അല്ലെങ്കിൽ ഇത് തിളച്ച് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. പെട്ടെന്ന് സോഫ്റ്റ് ആവും. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് തിളപ്പിച്ചെടുത്തേണ്ട വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് വെച്ചു. ഇത് ചൂടാറിയിട്ടുണ്ട്. സാധാരണ വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ചൂടാറുമല്ലോ. ഇത് പിഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം കളയണം. എൻ്റെ മിക്സിയിൽ ഇട്ടൊന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത്. ഇത് നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ ഒന്നങ്ങോട്ട് കറക്കിയാൽ മതി. കാരണം കൂടുതൽ നേരം ഇട്ടിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അരഞ്ഞ് ഇങ്ങനെ ഒരു ബോൾ പോലെയാവും. അതേപോലെ ആക്കരുത്. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം നിർത്തി ഒന്ന് കറക്കാം. അപ്പോൾ ഇതെല്ലാനും ഒന്ന് പൊടിയണം. അത് നമ്മൾ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും മിക്സിയിലിട്ടിട്ട് നമ്മൾ ബീഫ് വേവിച്ച് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കില്ലേ, അങ്ങനെ കറക്കണ സമയത്ത് കൂടുതൽ നേരം ഇട്ടിട്ട് കറക്കരുത്. നിർത്തിയിട്ട് ഇങ്ങനെ കറക്കാം. ഇങ്ങനെ പൊടിഞ്ഞാൽ മതി ബീഫായിരുന്നാലും. കൂടുതൽ നേരം ഇട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്കി. അപ്പോൾ ഇത് കറക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. കൂടുതൽ നേരം ഇട്ടിട്ട് കറക്കരുത്. ഇനി കട്ട്ലേറ്റിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പാന് നമ്മുടെ നാട്ടിലെ ചെറിയ ടൈപ്പ് ഉരുളി കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇത് കട്ട്ലേറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഈ സവോളയൊന്നും മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സവോളയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. സവോളയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അല്ലെങ്കിൽ ആ മഞ്ഞളുടെ ഒരു പച്ച ടേസ്റ്റ് വരും. തീ നിങ്ങളതനുസരിച്ച് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്തോ. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും തീ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കരുത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മല്ലിപ്പൊടി സാധാരണ കട്ട്ലേറ്റിലേക്ക് ചേർക്കില്ല, പക്ഷേ ഇത് സോയാ ചങ്ക്സിൻ്റെ കട്ട്ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. എല്ലാ മസാലപ്പൊടികളും 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്തത്. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മസാലപ്പൊടികൾ ഒരു സമയത്തും കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ സോയാ ചങ്ക്സ് മിക്സിയിലിട്ടിട്ട് കറക്കി വെച്ചിട്ടില്ലേ, അത് ചേർക്കാം.
കാരണം അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ പോലെ ഇടുക. അപ്പോൾ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പും ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കണ്ട. പിന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മിക്സൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. കാരണം ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സോയാ ചങ്ക്സ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരുപാട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട. എന്നാലും അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇതിപ്പോൾ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വേറെ വല്ല പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചാൽ മതി. കേട്ടോ, ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് പുഴുങ്ങി വയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടാക്കി എടുത്തേക്കണ ഗരം മസാല ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ ചേർക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇത്രയ്ക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കില്ലേ. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല നമ്മൾ അപ്പം ചേർത്താലും കുഴപ്പമില്ല. കാരണം ഗരം മസാലയ്ക്ക് അങ്ങനെ പച്ച കുത്തൊന്നുമില്ല. കാരണം ഗരം മസാല എന്തോരം ചേർക്കാന്നുള്ളത് നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ചേർക്കാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് കുഴക്കണ ഒരു ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ പെട്ടെന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് ചൂടാറുമല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് മൈദപ്പൊടി മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ഇതേപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഏകദേശം അളവിലെടുക്കാൻ. ഇപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഇത്രയ്ക്ക് അളവൊന്നുമില്ല. ഇതാ ബ്രെഡ് ക്രംസ് ഒന്ന് പിടിച്ചിട്ട് ഇരിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കട്ട്ലേറ്റുമ്പോൾ കൊണ്ടുപോയി ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു പേസ്റ്റിൽ മുക്കണത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇടുക. ഇത് നീക്കി വയ്ക്കുക. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുക്കും. ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കുഴക്കുന്ന ചൂടാകുമ്പോൾ കുഴച്ചിട്ടെടുക്കുക. നമ്മൾ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കുക. ഒക്കെ ചേർക്കുക. ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഉപ്പും ഗരം മസാലയ്ക്ക് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കൈ കഴുകിയിട്ടോ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൈമേക്ക് നിറച്ച് പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഷേപ്പ് ആക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. സാധാരണ സോയാ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർക്കും ഇത് നല്ല ഇഷ്ടമായിരിക്കും. ആ സോയാ ചങ്ക്സിൻ്റെ ഒരു കുത്തൊന്നുമില്ല. ഞാൻ ഇതേപോലത്തെ ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യാൻ പോണതിന് മുമ്പ് ഞാനിത് ഈ ബ്രെഡ് ക്രംസിൽ എല്ലാവരും ഡിപ്പ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ബ്രെഡ് ക്രംസിൽ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വറുത്തിട്ട് എടുക്കണം. ഇപ്പോൾ ഈ മിക്സ് നമുക്ക് ഇതേപോലെ നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം. പക്ഷേ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കരുത്. കാരണം ബ്രെഡ് ഇതിനകത്തുള്ള ടേസ്റ്റും പിന്നെ ഇതിനകത്തുള്ള ഈ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാവരും ബ്രെഡ് ക്രംസ് വലിച്ചെടുക്കും. അപ്പം പിന്നെ നമ്മളത് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് കണ്ടമാനം ഓയിൽ കുടിക്കും. അത് നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതേപോലെ അങ്ങനെ ഷേപ്പൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ബ്രെഡ് ക്രംസിൽ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാനിതിവിടെ ഈ മൈദയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കി ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ അത് വലത്തെ കൈ കൊണ്ട് ചെയ്യാണ്ട് ഇടത്തെ കൈ കൊണ്ട് ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്യും.
ഇതേപോലെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറേ സമയം വെക്കുമല്ലോ. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞാനിവിടെ ഈ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇട്ട വഴിക്കേണ്ട ബ്രെഡ് ക്രംസ് കൊണ്ട് തെരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സും കൊണ്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുക. പിന്നെ ഇപ്പോൾ മിക്കവർക്കും നൊയമ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ബീഫൊക്കെ കഴിക്കാണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ്.